ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വാർത്തയല്ല, ഒരു പിതാവിൻ്റെ തീരാത്ത കണ്ണീരിൻ്റെ കഥയാണ്. ഒരു കുടുംബത്തിൻ്റെ തകർന്ന സ്വപ്നമാണ്. നമ്മളെല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ബാക്കി 200 രൂപ നാളെ തരാം മോളെ. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഹൃദയം വിങ്ങിപ്പോകുന്നു. കാസർഗോഡ് സ്വദേശിനിയായ 18 വയസ്സുകാരി ആമിന ഫോൺ റീചാർജ് ചെയ്യാൻ പിതാവിനോട് 1500 രൂപ ചോദിച്ചു. എന്നാൽ പിതാവിൻ്റെ കയ്യിലുണ്ടായിരുന്നത് 1300 രൂപ മാത്രം. ആ 1300 രൂപ മകൾക്ക് നൽകി അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞു, മോളെ വിഷമിക്കണ്ട, ബാക്കി 200 രൂപ ഇപ്പം നാളെ തരാം. ഈ വാക്കിൽ ഒരു പിതാവിൻ്റെ നിസ്സഹായതയുണ്ട്, സ്നേഹമുണ്ട്, പ്രതീക്ഷയുണ്ട്. പക്ഷേ ആ സ്നേഹം മനസ്സിലാക്കാൻ സമയം കിട്ടിയില്ല. വീട്ടിൽ നിന്നും പതിവ് പോലെ ക്ലാസ്സിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് ഇറങ്ങിയ ആമിന പിന്നീട് വിഷം കഴിച്ചു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോട്ടേക്ക് മാറ്റി. അവിടെ ഒരു പിതാവ് മരണത്തോട് പോരാടുകയായിരുന്നു. ലക്ഷങ്ങൾ കടം വാങ്ങി എന്ത് ചികിത്സ വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായി. അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് പണമല്ല, എൻ്റെ മോളെ തിരികെ തന്നാൽ മാത്രം മതി. പക്ഷേ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ആമിന ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രിയപ്പെട്ടവനെ, ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. പലരും ചോദിക്കും, വെറും 200 രൂപയുടെ പേരിലാണ് ഇത് സംഭവിച്ചത്. എന്നാൽ അത്ര ലളിതമായ ഒരു നിഗമനത്തിലെത്താൻ കഴിയില്ല. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് 200 രൂപയുടെ പ്രശ്നമായി തോന്നും. പക്ഷേ ഒരു ആത്മഹത്യക്ക് പിന്നിൽ പലപ്പോഴും ഒരൊറ്റ കാരണം മാത്രമല്ല ഉണ്ടാകുക. മക്കളോട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് നാം കേൾക്കുന്ന വാർത്തകളിൽ ഏറ്റവും വേദനിപ്പിക്കുന്നത് കുഞ്ഞു മക്കളുടെ ആത്മഹത്യകളാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ കാരണം വളരെ ചെറിയതാണെന്ന് തോന്നും. ഇത്ര ചെറിയ കാര്യത്തിനാണോ എന്ന് പലരും ചോദിക്കും. പക്ഷേ സത്യം അതല്ല. ആത്മഹത്യയിലേക്ക് ഒരാളെ എത്തിക്കുന്നത് പലപ്പോഴും ഒരു സംഭവമല്ല, കുറേ നാളുകളായി ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വേദനകളുടെയും സമ്മർദ്ദങ്ങളുടെയും ഒറ്റപ്പെടലിൻ്റെയും അവസാന ഘട്ടമാണ് അത്. പുറത്തുനിന്ന് ചെറിയതായി തോന്നിയ ഒരു സംഭവം ഇതിനകം തളർന്ന മനസ്സിന് അവസാനത്തെ ആഘാതമായി മാറിയേക്കാം. ഇന്നത്തെ തലമുറ വളരുന്നത് മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും സമൂഹ മാധ്യമങ്ങളുടെയും ലോകത്താണ്. അവിടെ എല്ലാവരുടെയും സന്തോഷവും വിജയവും മാത്രം കാണുന്നു. പക്ഷേ അവരുടെ കണ്ണീരും പരാജയങ്ങളും ആരും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം മാത്രം മോശമാണ് എന്ന തെറ്റായ തോന്നൽ ചിലരുടെ മനസ്സിൽ വളരുന്നു. അതുപോലെ ഇന്ന് പല കുട്ടികൾക്കും ഇല്ല എന്ന മറുപടി കേൾക്കാനുള്ള അവസരം വളരെ കുറവാണ്. ആഗ്രഹിച്ചത് ഉടൻ കിട്ടുന്ന സാഹചര്യത്തിൽ വളരുമ്പോൾ ജീവിതത്തിലെ സ്വാഭാവികമായ നിരാശകളെ സ്വീകരിക്കാൻ പ്രയാസമാകും. എന്നാൽ ജീവിതം എല്ലായ്പ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകില്ല. കാത്തിരിപ്പും നഷ്ടങ്ങളും പരാജയങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് കുട്ടിക്കാലം മുതൽ പഠിക്കേണ്ടതുണ്ട്. മറുവശത്ത് മാതാപിതാക്കളും വലിയ പോരാട്ടത്തിലാണ്. വാടക, വായ്പ, ചികിത്സാ ചെലവ്, വിദ്യാഭ്യാസ ചെലവ്, നിത്യജീവിത ചെലവുകൾ ഇതെല്ലാം താങ്ങിക്കൊണ്ടാണ് അവർ മക്കളുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്നത്. പല മാതാപിതാക്കളും സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ചാണ് മക്കൾക്ക് നല്ല ജീവിതം ഒരുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പിതാവ് ബാക്കി 200 രൂപ നാളെ തരാം മോളെ എന്ന് പറയുമ്പോൾ അത് വെറും 200 രൂപയുടെ കഥയല്ല, തൻ്റെ കയ്യിലിപ്പോൾ അത്രയേ ഉള്ളൂ എന്ന വേദനയും നാളെ എങ്ങനെയെങ്കിലും കണ്ടെത്തി മകളെ സന്തോഷിപ്പിക്കണം എന്ന സ്നേഹവുമാണ് ആ വാക്കുകളിൽ നിറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തെ ഒരു കാരണത്തിലേക്ക് മാത്രം ചുരുക്കുന്നത് ശരിയല്ല. ഓരോ ആത്മഹത്യക്കും പിന്നിൽ വ്യത്യസ്ത സാഹചര്യങ്ങളും വ്യക്തിപരമായ കാരണങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് കുറ്റപ്പെടുത്തലിനേക്കാൾ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ് പ്രധാനമായത്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മാതാപിതാക്കൾ മക്കൾക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും മാത്രം നൽകിയാൽ മതിയാകില്ല. അവർക്കൊപ്പം ദിവസവും കുറച്ച് സമയം സംസാരിക്കണം. അവർ എന്താണ് അനുഭവിക്കുന്നത് എന്ന് ചോദിക്കണം. അവർക്ക് എന്തും തുറന്നു പറയാൻ കഴിയുന്ന ഒരു വീട് ഉണ്ടാക്കണം. ചിലപ്പോൾ ഒരു ചേർത്ത് പിടിക്കൽ പോലും വലിയ മരുന്നാണ്. പ്രിയപ്പെട്ട മക്കളോ,
നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത്. അവർ ചിലപ്പോൾ ഇപ്പോൾ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, സാഹചര്യം അനുവദിക്കാത്തത് കൊണ്ടാണ്. അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ അത് ഉള്ളിൽ ഒതുക്കരുത്. സംസാരിക്കൂ, സഹായം ചോദിക്കൂ. പ്രിയപ്പെട്ട അധ്യാപകരോട്, മാർക്ക് മാത്രം നോക്കാതെ കുട്ടികളുടെ മനസ്സും ശ്രദ്ധിക്കണം. ഒരു കുട്ടി പെട്ടെന്ന് ഒറ്റപ്പെടുകയോ പെരുമാറ്റത്തിൽ വലിയ മാറ്റം കാണിക്കുകയോ ചെയ്താൽ അവരോട് സംസാരിക്കണം. കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അവരുടെ കഥ കേൾക്കണം. ഇനി നമ്മുടെ സമൂഹം മാറേണ്ടത് ഇങ്ങനെ. നമുക്ക് വിജയത്തെക്കുറിച്ച് മാത്രം പഠിപ്പിക്കാതെ പരാജയങ്ങളെ എങ്ങനെ നേരിടണം എന്നും പഠിപ്പിക്കണം. കുട്ടികളെ ജയിക്കാൻ മാത്രമല്ല, തോൽക്കാനും എഴുന്നേൽക്കാനും പഠിപ്പിക്കണം. ആഗ്രഹങ്ങൾ നേടാൻ മാത്രമല്ല, ക്ഷമയോടെ കാത്തിരിക്കാനും പഠിപ്പിക്കണം. പണം സമ്പാദിക്കാൻ മാത്രമല്ല, ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാനും പഠിപ്പിക്കണം. മാതാപിതാക്കളുടെ സ്നേഹം പലപ്പോഴും സമ്മാനങ്ങളിലല്ല, അവരുടെ ത്യാഗങ്ങളിലാണ്. അവസാനമായി ഒരു കാര്യം കൂടെ, ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളോടും ഒരപേക്ഷയുണ്ട്. നിങ്ങളുടെ അമ്മയും അച്ഛനും എപ്പോഴും നിങ്ങളുടെ മുഖത്ത് ഒരു ചിരി കാണാനാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് എല്ലാം സാധിച്ചെന്ന് വരില്ല, എന്നാൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ അവർ കഴിയുന്നതിലും കൂടുതൽ ശ്രമിക്കും. അതുകൊണ്ട് അവർ ഒരിക്കൽ ഇപ്പോൾ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവരെ തെറ്റിദ്ധരിക്കരുത്. കാരണം അവർ പറയാത്ത ഒരുപാട് കണ്ണീരിൻ്റെയും കഷ്ടപ്പാടുകളുടെയും കഥ അവരുടെ മനസ്സിലുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, നിങ്ങൾ മക്കളുടെ മാർക്ക് മാത്രം ചോദിക്കാതെ നിനക്ക് സുഖമാണോ, നിനക്ക് മനസ്സിനെന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ഇടയ്ക്ക് ചോദിക്കൂ. ചിലപ്പോൾ ആ ഒരു ചോദ്യം, ആ ഒരു ചേർത്ത് പിടിക്കൽ, ആ ഒരു ആശ്വാസവാക്ക് ഒരു ജീവൻ രക്ഷിച്ചേക്കാം. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ വീടുകളിൽ പണത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാതെ, മനസ്സിനെക്കുറിച്ചും വിജയത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാതെ പരാജയങ്ങളെ എങ്ങനെ നേരിടാമെന്നും പഠിപ്പിക്കാം. ആരും ഒറ്റപ്പെടാതിരിക്കട്ടെ, ആരും മിണ്ടാതിരിക്കാതിരിക്കട്ടെ, ആരും ഒരു നിമിഷത്തെ വികാരത്തിൽ ജീവിതം അവസാനിപ്പിക്കാതിരിക്കട്ടെ.